ലേറ്റസ്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? ലേറ്റസ്റ്റ് ആണ്. ഇതാണ് നമ്മുടെ Q5 കോംബോ. പ്രൊഫഷണൽ ആയിട്ട് എടുക്കാനുള്ള പറ്റിയ അവാത്ത. ഓ, ഇത് കിടിലൻ മോഡലാണല്ലോ. ബണ്ടിൽ. ഓക്കെ, കോംബോ പാക്കാണ്. അപ്പൊ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഡ്രീം സിറ്റിയിലാണ്. നമ്മളൊരു ഡ്രോണിന്റെ വീഡിയോ എടുത്തില്ലേ ഒരു കൊല്ലം മുമ്പ്? സെയിം ഷോപ്പിൽ വന്നിരിക്കുകയാണ്. നമുക്ക് റാഷിദ് ഭായിയോട് നമുക്ക് പ്രൈസ് ഒക്കെ അറിയണം ഡ്രോണിന്റെ. അപ്പൊ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡ്രോണിന്റെ പ്രൈസ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. പിന്നെ പുതിയ പുതിയ അപ്ഡേറ്റ്സ്, പുതിയ പുതിയ മോഡൽ ഏതൊക്കെയാണ് എന്നൊക്കെ ഉള്ളതുണ്ട്. അപ്പൊ നമുക്ക് റാഷിദ് ഭായിയോട് തന്നെ ചോദിക്കാം. ഡ്രീം സിറ്റിയിൽ ക്യാമറ ആൻഡ് ഡ്രോൺ പിന്നെ ഗിംബൽ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് റാഷിദ് ഭായി ആണ്. ഓക്കെ, റാഷിദ് ഭായ് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഡ്രോണൊക്കെ. ഓക്കെ, റാഷിദ് ഭായ് എങ്ങനെയുണ്ട് വിശേഷങ്ങളൊക്കെ? നമ്മൾ ഒരു കൊല്ലം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. സെയിം ഷോപ്പിൽ നിന്ന് തന്നെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആളുകൾക്ക് ഒരു പുതിയ വീഡിയോ അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് കാണിക്കാനായിട്ട് പറഞ്ഞിരുന്നു. ആളുകളുടെ കുറച്ച് തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ ശബ്ദമൊക്കെ ഒന്ന് കറക്റ്റ് ആവുമെന്ന് അറിയില്ല. ഓക്കെ റാഷിദ് ഭായ്, അപ്പോൾ കുറച്ച് ഒച്ചത്തിൽ പറയണം കേട്ടോ റാഷിദ് ഭായ് പ്രൈസ് ഒക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ടിംഗ് മോഡൽ ഏതാണ് പറയാൻ പറ്റുന്നത്? മിനി 2 അല്ലേ? ഓക്കെ, ഇത് കോംബോ പാക്ക് ആണ്. ഓക്കെ, മിനി 2 എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ മോഡലാണോ? പഴയ മോഡൽ. മിനി 2 കോംബോ ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോ ഇറങ്ങിയിട്ടിപ്പോ ഒരു വർഷത്തിന് മേളിലേ. അന്ന് എടുത്താലും ഇത് തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ പ്രൈസിന്റെ കാര്യമായിട്ട് വ്യത്യാസം ഉണ്ടോ? ഓൾമോസ്റ്റ് സെയിം പ്രൈസ് തന്നെയാണ്. അല്ല, കുറഞ്ഞിട്ടില്ല. അത് ശരി, നല്ല സ്റ്റഡി മോഡലാണ്. ആളുകൾ ഇപ്പോഴും വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞേ? ഇത് 1950 ആണ് വരുന്നത് കേട്ടോ. 1950. അപ്പൊ നമ്മുടെ നാട്ടിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു ഇപ്പൊ 21 റേറ്റ്? 21 ഏകദേശം ഒരു 40,000 ആ ഒരു റേഞ്ചിൽ നമ്മൾ നിൽക്കും. ഓക്കെ, പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നതായിരിക്കുമല്ലേ? ദുബായ് ഇന്റർനാഷണൽ മാർക്കറ്റ് ആണ്. ഇവിടെ നിന്ന് എടുക്കുന്ന കുറച്ചും കൂടെ ഒരു ലാഭമായിരിക്കും എന്നെല്ലാരും വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത ലേറ്റസ്റ്റ് ആയിട്ട് ഓക്കെ മിനി 3 പ്രോ ആണ് എടുത്തതുള്ളൂ അല്ലേ? ഇതിന്റെ പ്രത്യേകതകൾ എന്താണ്? ഇതിന്റെ സ്ക്രീനിൽ തന്നെ നമുക്ക് തന്നെ സ്ക്രീൻ ഉണ്ടാവും. ഓ, അത് ശരി. ഓക്കെ, മിനി 2 അതില്ല. ഫോൺ കണക്ട് ചെയ്യണം. ഓക്കെ, ഫോൺ കണക്ട് ചെയ്യണമെന്നില്ല. ഇതിൽ തന്നെ സ്ക്രീൻ ഉണ്ട് വിത്ത് RC. ഓക്കെ, പിന്നെ കൂടുതൽ പിന്നെ ഇതിന്റെ എത്ര ഡിസ്റ്റൻസ് ഇത് കവർ ചെയ്യും? ഡിസ്റ്റൻസ് ഇത് ഒരു 6 കിലോമീറ്റേഴ്സ് എബോവ് എല്ലാം കവർ ആവും. 6 കിലോമീറ്റർ എബോവ് കവർ ആവും അല്ലേ? ഓക്കെ, 4K HDR. പിന്നെ മിനി 2-നെക്കാട്ടും കുറച്ചും കൂടെ അപ്ഡേറ്റ് ആണ് എന്തായാലും. ശരി, ആളുകളുടെ തിരക്ക് കണ്ടോ? ആളുകളുടെ തിരക്കുണ്ട് അത്യാവശ്യം. അപ്പോ ഇതിന്റെ പ്രൈസ് എങ്ങനെയാ വരുന്നത്? 3,500 ദിറംസ് വരുന്നുണ്ട് കേട്ടോ. DJIയുടെ മിനി 3 പ്രോ എന്ന് പറഞ്ഞ മോഡലിനാണ് 3,500 ദിറംസ് പറഞ്ഞത്. ശരി, ഓക്കെ. വിത്തൗട്ട് സ്ക്രീനും വരുന്നുണ്ട്. വിത്തൗട്ട് സ്ക്രീൻ. ഓക്കെ, ഇത് ഇക്ക പറയുന്നതൊക്കെ ഹോൾസെയിൽ പ്രൈസ് ആണല്ലോ അല്ലേ? ഹോൾസെയിൽ പ്രൈസ്. ശരി ശരി ശരി. ഓക്കെ, റീറ്റെയിലേക്ക് പോകുമ്പോഴേക്കും ഇതിനേക്കാളും കൂടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ നമുക്കിനി മിനി 3 ഉണ്ട്. ശരി, ഇതെന്താ ബാഗ് ഉണ്ടോ ഇതിന്റെ ഒപ്പം? ഇതിന്റെ ബാഗ് ഉണ്ട്, 2 ബാറ്ററി ഉണ്ട്, പ്രോഗ്രാംസ് ഉണ്ട്, കേബിൾ ഉണ്ട്, ഇതൊക്കെ. ഇത് ഫ്ലൈമോർ കിറ്റ് 900 ദിറംസ്. എങ്ങനെ ഫ്ലൈമോർ കിറ്റ് 900 ദിറംസ്? ഇത് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതിന്റെ എക്സ്ട്രാ കിറ്റ് ബണ്ടിലാണ്. ഓക്കെ ഓക്കെ, അതിന് എക്സ്ട്രാ വരുന്നതാണ് 900 ദിറംസ്. മുടക്കി കഴിഞ്ഞാൽ നമുക്കൊരു മിനി 3 പ്രോ എന്ന് പറഞ്ഞ മോഡല് ഇതിന്റെ ഒപ്പം തന്നെ കേട്ടോ. ഓക്കെ, ശരി. 3,500 പ്ലസ് 900 4,400 ഇത് കംപ്ലീറ്റ്. ഇതിപ്പോ ഒരു ട്രാവലറിനെ സംബന്ധിച്ചൊക്കെ ഇത് വേണ്ടി വരും അല്ലെ? ബാഗിൽ നമുക്ക് ബണ്ടിൽ ഓഫർ ആയിട്ട് വരും. ശരി, അല്ലെങ്കിൽ നമുക്ക് രണ്ടും കൂടി 2 ബാറ്ററി ഉണ്ട്. ഓക്കെ, 2 ബാറ്ററി വരും. 2 ബാറ്ററി ഉണ്ട്, പ്ലസ് ഉണ്ട്, ബാഗ് ഉണ്ട്. ഓക്കെ ഓക്കെ. അല്ല, ഞാൻ ചോദിച്ചത് ഇപ്പോ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ അങ്ങനെയുള്ളവർക്കൊക്കെയാണോ ഇത് കൂടുതലായിട്ട് ഉപകാരപ്പെടുക? അപ്പൊ നമ്മൾ ജസ്റ്റ് കാരണം ഇതില് 34 ടൈമാണ് ബാറ്ററി ടൈം. 34 മിനിറ്റ്. ഓക്കെ ഓക്കെ, ശരി. അപ്പൊ ഇതിന്റെ എക്സ്ട്രാ ബാറ്ററിയുടെ പവറാണ് ഈ പറയുന്നത്. ശരി, ഓക്കെ. അപ്പോ ആളുകൾ അത്യാവശ്യം ഇത് വാങ്ങുന്നുണ്ടോ? കോംബോ ആയിട്ടാണോ വാങ്ങുന്നത്? കോംബോ, കാരണം 900 സംതിങ് അല്ലേ ഉള്ളൂ അല്ലേ? അപ്പൊ അടുത്ത മോഡലിക്കാ? അടുത്ത മോഡല് Air 2S. ഇത് ലേറ്റസ്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഇത് ലേറ്റസ്റ്റ് ആണ്. നമ്മൾ പഴയ വീഡിയോയിൽ ഇത് ചെയ്തിട്ടുണ്ട്. ഇതില് Air 2 ഉണ്ടായിരുന്നു. Air 2S ആണ്. എന്താണ് വ്യത്യാസം? കോംബോ ആണ്, കോംബോ പാക്ക് ആണ് വരുന്നത്. ശരി, ഇതിന് എന്താ വ്യത്യാസം? 4,700 ദിറംസ് വരുന്നുണ്ട്. ശരി, എന്തായിരുന്നു മറ്റേ പഴയ മോഡലായിട്ടുള്ള വ്യത്യാസം? അതിന്റെ അപ്ഗ്രേഡ് ആണ്. എന്താണ് അപ്ഗ്രേഡ് എന്ന് പറയുന്നത്? സെൻസർ, ക്യാമറ ക്വാളിറ്റി, ഓക്കെ, ഫ്ലൈങ് ടൈം, ഫ്ലൈങ് ഡിസ്റ്റൻസ്, ഇതൊക്കെ അപ്ഡേറ്റ് ഉണ്ട്.
ഓക്കെ, അടിപൊളി സാധനമാണല്ലോ, കണ്ടിട്ട് തന്നെ ഒരു ലുക്ക് ഉണ്ട്. നേരത്തേനേക്കാളും കുറച്ചും കൂടി ഒരു കളർഫുൾ അല്ലേ, ഒരു പ്രത്യേകത ഉണ്ട് ഇതിന്. ഓക്കെ, ഫ്ലൈമോർ കോംബോ എന്ന് അറിയപ്പെടുന്നത് എത്രയായിരുന്നു? ഞാൻ 4700 ദിർഹംസ് വരുന്നുണ്ടല്ലേ. ശരി, ഓക്കെ. ഇത് നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ടോ? അപ്ഡേറ്റ് മോഡൽ നാട്ടിലുണ്ടല്ലേ? അല്ല, നാട്ടിൽ ഇപ്പൊ കിട്ടാത്ത മോഡൽ ഏതെങ്കിലും ഉണ്ടോ? ഇതിന്റെ പുതിയ മോഡൽ വന്നിട്ടുണ്ട്, DJI Avata 5200 ആണ് വരുന്നത് അല്ലേ? അത് നാട്ടിൽ ഇറങ്ങിയിട്ടില്ല. DJI Avata VATA നാട്ടിൽ ഇറങ്ങിയിട്ടില്ലല്ലേ? നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ടാകാൻ സാധ്യത കുറവാണ്. ഓക്കെ, കുഴപ്പമില്ല. ആ ഡ്രോണിനെ പറ്റി അന്വേഷിക്കുന്നവർ എന്തായാലും കമന്റ് ഇടാൻ ചാൻസ് ഉണ്ട്. കുഴപ്പമില്ല. അവാത്ത അല്ലേ? ശരി ശരി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഏതെങ്കിലും മോഡൽ ഇപ്പൊ ഇല്ലാത്തതുണ്ടോ? ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു പ്രൊഡക്ഷൻ നിർത്തിയ മോഡൽ ഏതെങ്കിലും ഉണ്ടോ? Air 2 ഇപ്പൊ ഇല്ല. ഇപ്പൊ ഇറങ്ങുന്നത് Air 2S ആണ്. ശരി, അപ്പോൾ അത് മാത്രം ഒരു അപ്ഡേഷൻ നമ്മൾ ഈ വീഡിയോ കൊടുക്കുകയാണോ. Air 2 ഇല്ല, ഇപ്പൊ ദുബായ് ബേസിൽ മാർക്കറ്റിൽ ഇല്ല എന്നാണ് ഇക്ക പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് മോഡൽ. ഓ, ഇത് കിടിലൻ മോഡലാണല്ലോ. ഇതെന്താ ഇത്? അതിന്റെ നമ്മുടെ ഇതില്ലേ, ഒത്തിരി പ്രത്യേകതകളുണ്ട് ഇതിന്. ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും. ഓക്കെ, കിടിലൻ സംഭവമാണല്ലോ. ഒത്തിരി മാറ്റം ഉണ്ട് അതിനകത്ത്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ഡ്രോണിന്റെ ഗിംബൽ നോക്കുന്നു. ഇനി നമുക്ക് ഗിംബലിലേക്ക് പോകാം. ശരി, ഗിംബലിലേക്ക് പോകുമ്പോൾ ഗിംബൽ ഇഷ്ടംപോലെ ഗിംബൽ ഇരിപ്പുണ്ട്. മൊബൈൽ ബേസ്ഡ് ഗിംബൽ ഉണ്ട്, അതുപോലെ നമുക്ക് ക്യാമറ ബേസ്ഡ് ഗിംബൽ അവിടെ ഒരു സെക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്ന് പറയാം. തിരക്ക് കൂടി വരുവാണേ. നമുക്ക് ആദ്യം എടുക്കുന്നത് സ്മൂത്ത് Q4 എന്ന് പറഞ്ഞ മോഡലാണ്. Q3 ആദ്യം എടുക്കാം. ശരി, Q3 കോംബോ എല്ലാ ഫോണും കമ്പാറ്റബിൾ ആണ്. ഓക്കെ, 350 ദിർഹംസ് ആണ് വരുന്നത്. കോംബോ പാക്ക് ആണ്. ഓക്കെ, നെക്സ്റ്റ് സ്മൂത്ത് Q4 Q3 പറഞ്ഞല്ലോ. Q3 പറഞ്ഞു, Q4 കോംബോയും പറഞ്ഞു, Q3 കോംബോയും പറഞ്ഞു. ജസ്റ്റ് Q4 ഉണ്ട്. ഓക്കെ, കോംബോ അല്ല. അതിന് എത്ര വരുന്നത്? റേറ്റ് വരുന്ന ഏകദേശം വരുന്നത് 400 ദിർഹംസ്. ഏത് Q3 Q4 കോംബോന് 470 വരും. 470 വരും. കോംബോ എന്ന് പറയുന്നത് ഇതെല്ലാം എക്സ്ട്രാ ഉണ്ടാവും. ഓക്കെ, അതിനൊരു ബാഗ് ഉണ്ട്, പിന്നെ ഒരു ട്രൈപോഡ് ഉണ്ട്, പിന്നെ ചാർജർ. ഓക്കെ, അത്ര എക്സ്ട്രാ ഉണ്ട്. ശരി, അപ്പോ സിംഗിൾ പാക്കിന്റെ സ്മൂത്ത് 5 ഉണ്ട്. അതിന് എത്രയൊക്കെ വരുന്നത്? സ്മൂത്ത് 5 575. സ്മൂത്ത് 5 കോംബോ ഉണ്ട്. അതിനെങ്ങനെ? സ്മൂത്ത് 5 കോംബോ എവിടെയാണെന്നാണ് പറയുന്നത്, ഞാൻ കണ്ടില്ല. നോക്കാം. ഓക്കെ, കണ്ടു. എത്ര വരുന്നേ? ഇതിന് 630. 630 വരുന്നുണ്ടല്ലേ? ഹോൾസെയിൽ ആണേ പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ Q5 കോംബോ. പ്രൊഫഷണൽ ആയിട്ട് എടുക്കാനുള്ള പറ്റിയ. അതെ അല്ലേ? ഓക്കെ, നമുക്ക് ഇപ്പോ ആൻഡ്രോയിഡ് ആയാലും ഐഫോൺ ആയാലും കുഴപ്പമില്ലോ അല്ലേ? ഇതിലൊന്നും കുഴപ്പമില്ല. ആൻഡ്രോയിഡ്, ഐഫോൺ, എല്ലാ ഫോൺസും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ ഫോൺ ബേസ്ഡ് ആയിട്ടുള്ള ഗിംബല് കഴിഞ്ഞോ? ഇതെല്ലാം ജിയോന്റെയാണ്. DJIന്റെ ലേറ്റസ്റ്റ് Osmo 5. DJIയുടെ Osmo 5 ആണ് വരുന്നത്. അതിന് എത്രയൊക്കെ വരുന്നത്? അതിന് 490 വരുന്നുണ്ട്. ശരി, അല്ല ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഇതില്ലേ ഡ്രോണിനകത്ത് DJI മാത്രമല്ല നമ്മൾ പറഞ്ഞോളൂ. DJI ആണോ വരുന്നത് പൊതുവെ? ഞങ്ങൾ DJI സൈഡ് എന്നുള്ളത്. ശരി, മാർക്കറ്റിലുണ്ട്, പക്ഷെ നമ്മൾ DJI ചെയ്യുന്നു. DJI തന്നെയാണ് പോകുന്നത്. ഒരു മുന്നിട്ട് നിൽക്കുന്നു അല്ലേ? ഈ കപ്പ ഉണ്ടല്ലോ, നമ്മുടെ മൊബൈൽ ഗിംബിലൊക്കെ പറഞ്ഞു, ക്യാമറ ഗിംബിൽ പറഞ്ഞിട്ടില്ല. തിരക്ക് അതനുസരിച്ചുണ്ട്. നമുക്ക് ക്യാമറ ഗിംബിൽ കുറെ മോഡൽസ് ഉണ്ട്. സ്യൂന്റെ ഉണ്ട്, DJIയുടെ ഉണ്ട്, റോണിൻ RS3. നമുക്കതൊരു സെപ്പറേറ്റ് വീഡിയോ എടുത്താലോ? ഡീറ്റെയിൽ ആയിട്ട് പറയാം. ക്യാമറ അപ്ഡേറ്റഡ് വീഡിയോ ചെയ്യാനായിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഫ്രണ്ട്സ്, സബ്സ്ക്രൈബേഴ്സ്. അപ്പൊ നമുക്ക് അത് റിലേറ്റ് ചെയ്യുമ്പോൾ പറയാം. ഓക്കെ, എന്തായാലും നമുക്ക് വന്ന സ്ഥിതിക്ക് ആക്ഷൻ ക്യാമറ അവിടെ ഇരിക്കുന്നുണ്ട്. അതിന്റെ പ്രൈസ് അറിയാണ്ടിരിക്കാൻ പോകാൻ പറ്റില്ല. GoPro 10. ഓക്കെ, 1450 ആണ് GoPro ബണ്ടിൽ. ഓക്കെ, കോംബോ പാക്ക് ആണ്. കോംബോ പാക്കിന് എത്ര പിന്നെ? 1640. ശരി, ഓക്കെ. 1640. നമ്മുടെ പഴയ മോഡലൊന്നും ഇല്ല. അപ്പൊ
നയൻ ഉണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ കൂടുതൽ പോകുന്നത് 10 ആണ്. ശരി. അതുപോലെ ഇൻസ്റ്റ ഇൻസ്റ്റ 1X2 ഉണ്ട്. ഇൻസ്റ്റ 1RS 10 എഡിഷൻ പുതിയ വെർഷൻ ആണ്. ഇത് ഇന്റർചേഞ്ചബിൾ ലെൻസ്. ഓക്കെ ഓക്കെ. എത്ര വരുന്നതിന്? ഇത് 1790. 1790 വരുന്നുണ്ട്. നമുക്ക് ഇൻസ്റ്റ 360 1X2 ഇതിന് 1X2 1400 വരുന്നുണ്ട്. ഇൻസ്റ്റയുടെ തന്നെ ഗോ ടു. ഓക്കെ. ഇതിന് 950 വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മള് ആക്ഷൻ ക്യാമറയുടെയും പ്രൈസ് അറിഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ പഴയത് നമ്മള് 8, 9 ഒക്കെ നിർത്തിയോ? 8, 9 മാർക്കറ്റിലുണ്ട്. 100 വരുന്നുണ്ട്. പക്ഷെ ആളുകൾക്ക് ഇപ്പോഴും ഒരു പുതിയ മോഡലിനോടാണ് താല്പര്യം. അതാണ് നമ്മൾ പുതിയ തന്നെ വെക്കാൻ കാരണം. ഇനി അടുത്ത മാസം 11 വരുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് അടുത്ത മാസം ഏകദേശം അടുത്ത മാസം എന്തായാലും 1-2 മാസത്തിന്റെ ഉള്ളിൽ വരും. GoPro 11 വരും. GoPro 11 വരും. ഓക്കെ, അടിപൊളി. അപ്പൊ നമ്മള് ഏകദേശം കഴിഞ്ഞില്ലേ ഞാൻ വിചാരിക്കാം. കുറെ മോഡൽ ഉണ്ട്. പിന്നെ വീഡിയോ ലെങ്ത്. ഓക്കെ. അതുപോലെ തിരക്കും കൂടെ ഉണ്ട് ഇവിടെ. ഇക്കാരെ ഡ്യൂട്ടി ടൈം കഴിയാറായി. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡ്രോൺ ആൻഡ് ഗിംബൽ, കുറച്ച് ഗിംബലൊക്കെ നമ്മൾ പരിചയപ്പെടുത്താൻ പറ്റി കേട്ടോ. ഡ്രോണും അധികം നമ്മൾ മോഡലൊന്നും പോയിട്ടില്ല. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ക്യാമറ വീഡിയോ കൂടെ വേണം. നമ്മുടെ സെയിം ഷോപ്പിൽ നിന്ന് എടുക്കാനാണ് പ്രതീക്ഷിക്കുന്നത്. ഇക്ക പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. ക്യാമറ നമുക്ക് എടുക്കണം കേട്ടോ. ഓക്കെ. ആളുകൾക്ക് ക്യാമറ ഗിംബലൊക്കെ നമുക്ക് എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ. ഷെയർ ചെയ്യുക. ഇക്ക പറയുന്നുണ്ട് ഷെയർ ചെയ്യാനൊക്കെ. ഓക്കെ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.